പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി ആലുവയിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ മുനിസിപ്പൽ ചെയർമാൻ എം.ഒ. ജോൺ ഉദ്ഘാടനം ചെയ്തു. ടി പൗലോസിന്റെ അധ്യക്ഷതയിലാണ് ആലുവയിൽ നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ ജില്ലാ കൺവെൻഷൻ ചേർന്നത്. പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന് ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൺവെൻഷന്റെ ഉദ്ഘാടനം ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം.ഒ. ജോൺ നിർവഹിച്ചു. ഇത് തൊഴിലാളികളുടെ നിർമ്മാണ തൊഴിലാളികളുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇവിടെ ഈ രാജ്യത്തിന്റെ പുരോഗതി നിർമ്മാണ തൊഴിലാളികളുടെ സേവനത്തിലൂടെ സംശയമില്ല. നമുക്ക് ഒഴിച്ചു മാറ്റി നിർത്താൻ കഴിയാത്ത കർഷക തൊഴിലാളികൾ ഓഗസ്റ്റ് 29-ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധ മാർച്ച് എറണാകുളം മേനക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ MP ഹൈബീഡൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. NTTUIS സംസ്ഥാന ചെയർമാൻ KK ചന്ദ്രൻ, സംസ്ഥാന ജനറൽ കൺവീനർ വിശാല തങ്കപ്പൻ, KP കൃഷ്ണൻകുട്ടി, ഷാൻ, ബാബു തണ്ണിക്കോട്, സുധീർ തമ്മനം, സുഭാഷ് കാനിരത്തിങ്കൽ, TC സുബ്രഹ്മണ്യൻ, CV വർഗീസ്, PK രാജമ്മ, PK ഗോപി, MK മഹേഷ്, KA ജോൺസൺ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളെല്ലാം ഒന്നിച്ച് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി രൂപീകരിച്ച് നമ്മൾ വിളിച്ച മുദ്രാവാക്യം പെൻഷനും ആനുകൂല്യങ്ങളും തരണം എന്ന മുദ്രാവാക്യം കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ പാർലമെന്റിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി. ന്യൂസ് ബ്യൂറോ ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയിറ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.